വ്യാജരേഖ ചമച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത കാസർഗോഡ് ഉദുമ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് നടപടി തുടങ്ങി. വ്യാജരേഖയുണ്ടാക്കിയവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. വ്യാജരേഖയുണ്ടാക്കി ലോകായുക്തയെ കബളിപ്പിച്ച് ഉദുമ ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സംഘനൃത്തത്തിൽ പങ്കെടുത്തത് വിവാദമായിരുന്നു. അപ്പീൽ അനുവദിക്കാനായി സമർപ്പിച്ച രേഖകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സ്കൂൾ അധികൃതർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. കുട്ടിയുടെ പേരിൻ്റെയും കുട്ടി പങ്കെടുത്ത ഇനത്തിൻ്റെയും ആ വൈരുദ്ധ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു അന്വേഷണം ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി ശ്രീ തോംസൺ ജോസ് അവർക്ക് ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന നിലയിൽ ഈ കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പരാതി നൽകിയിട്ടുണ്ട്. ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ സംഘനൃത്തത്തിൽ ഉദുമ സ്കൂൾ ടീം മത്സരിച്ചിരുന്നില്ല. എന്നാൽ സംഘനൃത്തത്തിൽ 2ാം സ്ഥാനമുണ്ടെന്നും ജില്ലാ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ അകാരണമായി അപ്പീൽ തള്ളിയെന്നും അവകാശപ്പെട്ട് വ്യാജരേഖ ചമച്ച് ലോകായുക്തയ്ക്ക് അപേക്ഷ സമർപ്പിച്ചാണ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള അപ്പീൽ സമ്പാദിച്ചത്. വഞ്ചിപ്പാട്ട് മത്സരത്തിന് ലഭിച്ച 2ാം സ്ഥാനക്കാർക്കുള്ള സർട്ടിഫിക്കറ്റിൽ തിരിമറി നടത്തിയാണ് സ്കൂൾ വ്യാജരേഖയുണ്ടാക്കിയത്. ഈ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ള 8 വിദ്യാർത്ഥികൾ സ്കൂൾ കലോത്സവ മാനുവലിലെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരിച്ചതായും ആരോപണമുണ്ട്. രജിൽ രാജ്, റിപ്പോർട്ടർ, കാസർഗോഡ്.